ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാനുള്ള. ഇപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കും നമ്മുടെ അഭിനെയാണ് കേട്ടോ. അപ്പോൾ അഭിനെ മറ്റേ പെണ്ണ് വിളിക്കുകയാണ്, നമ്മുടെ അഭിയുടെ പണ്ടത്തെ കാമുകി. എന്നിട്ട് പറയാണ്, അതെ ഹലോ അബി, ഞാൻ അനിതയാണ്. അത് നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ടേക്ക് വിളിച്ചത്? ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. നാണക്കേട് ഒഴിവാക്കാനാ ഗൾഫിലേക്ക് പോയത്. അതിനേക്കാൾ വലിയ കുരുക്കായി. ഇനി എനിക്കൊപ്പം കുഞ്ഞിനെ കാണുമ്പോഴത്തേക്കും എല്ലാവരും കല്യാണം കഴിഞ്ഞോ എന്നും കുഞ്ഞിൻ്റെ അച്ഛൻ എവിടെ എന്നൊക്കെ ഇങ്ങനെ പരിചയക്കാർ ചോദിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അത് ഒഴിവാക്കാൻ ഒരു വാടക വീട്ടിലാണ് ഞാനിപ്പോൾ താമസിക്കാൻ പോകുന്നത്. ആരും അറിയാതെ ഒരു വാടക വീട്ടിൽ താമസിക്കണം എന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത്. പിന്നെ അത്യാവശ്യം എൻ്റെ ബന്ധുക്കളെ മാത്രമേ ഞാനിവിടെ വന്ന കാര്യം അറിയിക്കുന്നുള്ളൂ. എൻ്റെ കാര്യം കൃത്യമായിട്ടും അറിയാവുന്നവരെ മാത്രം, അല്ലാതെ വേറെ ആരെയും ഞാൻ അറിയിക്കുന്നില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നീ എന്താ ഒരു അഭിപ്രായവും പറയാത്തത്? അത് പിന്നെ ഞാൻ എന്താ അനിത പറയേണ്ടത്? എനിക്ക് എത്രയും പെട്ടെന്ന് നിന്നെ കാണണം, കണ്ടേ പറ്റൂ. നീ എന്തിനുള്ള പുറപ്പാടാനൊക്കെ? നീ എന്താ ഈ പറയുന്നത്? അത് ഞാൻ നേരി കാണുമ്പോൾ പറയാം. ഞാൻ വല്ലാത്ത പ്രതിസന്ധിയിലാണ്. അവിടെ എനിക്കൊപ്പം നിൽക്കേണ്ടത് നീയല്ലേ? എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനല്ലേ നീ എന്താ അത് മനസ്സിലാക്കാത്തത് എന്നിങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും ഈ സംഭവം എന്തോ ചെറിയ രീതിയിൽ നമ്മുടെ നവ്യ ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ. നവ്യ ഇങ്ങനെ ഫോണിൽ കൂടെ സംസാരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യണം. അപ്പൊ അത് അഭി കാണുകയും ചെയ്തു. അപ്പൊ അഭി പെട്ടെന്ന് ഞാൻ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ വന്നിട്ട് പറഞ്ഞു, അതെ നാളെ എന്നെ വിളിച്ചോണ്ട് പോവാ. അതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാതെയല്ലേ നീ നടക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? നീ ആരെയാ ഭയക്കുന്നത്? ഞാൻ ആരെങ്കിലും ഭയക്കുന്നുള്ളത് നിന്നോട് പറഞ്ഞോ? ഇല്ലല്ലോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നിന്റെ മുഖം കാണുമ്പോൾ അറിയാടാ, നീ ആരെയോ ഭയക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അഭി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും, ഓ എൻ്റെ ദൈവമേ, ഇവളെക്കാളും പ്രശ്നക്കാരിയാ ഒരുത്തി. ആ സമയത്ത് ഒരു കുഞ്ഞുമുണ്ട്. അതുകൊണ്ട് ഇവളെ പിണക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞു. ശരിയല്ലെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. അപ്പൊ നമ്മുടെ നവ്യ ചോദിച്ചാൽ, നീ എന്തേ ആലോചിക്കുന്നത്? അല്ല നവ്യ, ഞാൻ നിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലെന്ന് നീ ഇടയ്ക്കിടയ്ക്ക് പരാതി പറയുന്നുണ്ടല്ലോ. എങ്ങനെയാ ഞാൻ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്? എനിക്ക് നക്കാപ്പിച്ച ശമ്പളമല്ലേ കിട്ടുന്നത്? 50,000 രൂപ കുറയാതെ നിനക്ക് കിട്ടുന്നില്ലേ അഭി? ആ പൈസക്ക് നിനക്ക് എന്ത് ചെലവാ ഉള്ളത്? ചെലവൊന്നുമില്ലല്ലോ. ചെലവില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കുന്നത്, അല്ലാതെ പച്ചവെള്ളം അല്ല കോരി ഒഴിക്കുന്നത്. 50,000 രൂപയ്ക്ക് 50,000 രൂപയ്ക്ക് നീ മാസം പെട്രോൾ അടിക്കുന്നുണ്ടോ? അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ പല ചെലവുകളുണ്ട്. എന്റെ പൊന്നഭി, നീ എനിക്കൊന്നും മേടിച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. നിനക്ക് എന്നെ ഒന്ന് സ്നേഹിച്ചൂടെ? എൻ്റെ പൊന്നു നവ്യ, ഞാൻ മാനസികമായിട്ട് തളർന്നിരിക്കുക. അതുകൊണ്ടാണ് സത്യത്തിൽ എനിക്ക് സ്നേഹിക്കാൻ പറ്റാത്തത്. ഇപ്പോഴത്തെക്കാളും മെച്ചമായിരുന്നല്ലോ പണ്ട് ഞാൻ. നിന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. മുത്തശ്ശി പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നു മുതൽ നിനക്ക് അത്യാവശ്യം ദുശീലങ്ങൾ ഉണ്ടായിരുന്നെന്നാണ് മുത്തശ്ശി പറഞ്ഞത്. കൊച്ചുമോനെ കുറിച്ച് മുത്തശ്ശി പരദൂഷണം പറഞ്ഞൊന്നുമല്ല, ഭാര്യ എന്ന നിലയിൽ നിന്നെ നന്നാക്കാൻ വേണ്ടി അതൊക്കെ പറഞ്ഞത്. അതെ, അടിയും വഴക്കും ഒക്കെ ആണെങ്കിലും നീ പോയി കഴിയുമ്പോൾ ഞാൻ ഒറ്റപ്പെടും. നീ വെറുതെ തമാശ പറയല്ലേ. എൻ്റെ മനസ്സിലുള്ള കാര്യമാ നവ്യ ഞാൻ പറഞ്ഞത്. നിനക്കത് തമാശയായിട്ട് തോന്നിയെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. നീ പറയുന്നതിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ദൈവം നിന്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ ദൈവം നിന്നെ ശിക്ഷിക്കും. എനിക്കും അത്രേ പറയാനുള്ള അഭി. നിന്നെ കൂടുതലും മനസ്സിലാക്കേണ്ട കാര്യം എനിക്കില്ല. നീ നന്നായാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും അഭി ഇങ്ങനെ പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആ കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാം കുളമായില്ലേ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ നവ്യക്ക് വേണ്ടി സാരി എടുക്കാൻ നയനയും ദേവയാനിയും കൂടെ ദേവയാനിയും നയനയും കൂടി ഷോപ്പിങ്ങിന് പോയി അവൾ സാരി എടുക്കാൻ കേട്ടോ. 7-ാം മാസത്തെ ചടങ്ങിന്റെ സാരിയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറയുന്നുണ്ട്, ഈ സമയത്ത് അഭി ആയിരുന്നു എല്ലാം എടുത്തു കൊടുക്കേണ്ടത്. പക്ഷെ എന്ത് ചെയ്യാൻ, അഭി വരുന്നില്ലല്ലോ. അഭി വരാത്തത് കൊണ്ടും അഭി അവളെ സ്നേഹിക്കാത്തത് കൊണ്ടും ചേച്ചിനെ സ്നേഹിക്കാത്തത് കൊണ്ടും ഭയങ്കര വിഷമം ചേച്ചിക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാൻ, അവൻ അങ്ങനെ ആയിപ്പോയി. എത്ര പറഞ്ഞാലും നന്നാവുന്നില്ല. പിന്നെ അവനോട് നമ്മൾ പ്രഷർ ചെലുത്തി ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത്, പറയേണ്ടതല്ലല്ലോ ഇത്. അത് പിന്നെ ഏതൊരു പെൺകുട്ടിയും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് അവരുടെ ഭർത്താവ് അവർക്ക് എല്ലാം മേടിച്ചു കൊടുക്കണമെന്നാ. ഇനിയിപ്പം അത് നടക്കില്ലല്ലോ. അതെ മോളെ, ഇനി നടക്കാൻ പോകുന്നില്ലത്. ഇനിയിപ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ സമയം കളയണ്ട. അല്ല, മോളുടെ ചേച്ചിക്ക് വേണ്ടതൊക്കെ മോള് ആദ്യം എടുക്കുക, അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. മോളെ ആ സാരി ഇങ്ങെടുത്തേ എന്നൊക്കെ പറഞ്ഞ് ഓരോ സാരിയൊക്കെ ഇങ്ങനെ എടുക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ അനാമികയും വേണുവും രേവതിയും കൂടി ആ ഒരു ടെക്സ്റ്റൈൽസിലേക്ക് വരുന്നത്. ഏതായാലും നമ്മുടെ അനാമിക വേണുവിനോട് പറയുക, എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അച്ഛൻ എനിക്കൊന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ.
മോളുടെ കല്യാണം കഴിഞ്ഞതോടുകൂടി അച്ഛൻ്റെ നടുവൊടിഞ്ഞില്ലേ, പിന്നെ എങ്ങനെയാ മേടിച്ചു തരുന്നത്? അല്ല, അതിനുശേഷം ഞാൻ കുറെ കൊണ്ട് തന്നല്ലോ, പിന്നെന്താ മേടിച്ചു തന്നാല്? അതുകൊണ്ടല്ലേ മോള് ഇപ്പൊ നിന്നെ കൊണ്ടുവന്നത്. ആ, ഏതായാലും മോക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം എന്നിങ്ങനെ പറയാം. ഈ ഒരു സമയത്താണ് പെട്ടെന്ന് നമ്മുടെ നയന ഇവരെ കാണുന്നത്. നയന ഇവരെ കണ്ടതും, അമ്മേ ദേ അനാമികയും അച്ഛനും അമ്മയ്ക്ക് വരുന്നു, ദേ 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 അവരെ കണ്ടോ? ഇത് കണ്ടതും പേടിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്ക് ദേവയാനി ചോദിച്ചു, നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും, എവിടെ ഒളിക്കും? അത് അമ്മ ഒരു കാര്യം ചെയ്യും, ആ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി ഒളിച്ചോളാൻ പറയാണ്. അങ്ങനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി നമ്മുടെ ദേവയാനി ഒളിച്ചു. അപ്പോഴത്തേക്കും ആ ഒരു സമയം തന്നെ നമ്മുടെ അനാമിക കണ്ടു കേട്ടോ. അനാമിക നയനയെ കണ്ടതും പെട്ടെന്ന് രേവതിയോട് പറഞ്ഞു, ആരെ കാണരുതെന്ന് ആഗ്രഹിച്ചതേ അവളിതേ മുമ്പിൽ വന്ന് നിൽക്കുന്നു, എവിടെ ചെന്നാലും ഇവളെ ഉള്ളല്ലോ എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നേരെ തുള്ളി കലിച്ച് നമ്മുടെ നയനയുടെ അടുത്തേക്ക് വരിക. നയനയുടെ അടുത്തേക്ക് വന്നിട്ട് രേവതി പറഞ്ഞു, കമ്പനിയിലെ ഡിസൈനർ ആയതുകൊണ്ട് 10 പുത്തൻ കിട്ടിക്കാണും, അത് പൊട്ടിക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും അല്ലേ നീ? സ്വന്തം വീട്ടുകാർക്ക് വേണ്ടിയായിരിക്കും ചിലപ്പം പൈസ ചെലവാക്കുന്നത്. അതെ, എന്തെങ്കിലും ആയിക്കോട്ടെ, അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും നഷ്ടമുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ നിന്നല്ലല്ലോ ഞാൻ പൈസ എടുത്തത്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വരുമാനം ഉണ്ടെങ്കിൽ അത് ഭർത്താവിന്റെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാ ഉപയോഗിക്കേണ്ടത്. അതെ, എൻ്റെ ഭർത്താവ് തന്നെ എനിക്ക് ശമ്പളം തരുന്നത്. പിന്നെ അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാവുന്ന. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ സംസാരിക്കേണ്ട കേട്ടോ, നിങ്ങൾ ബോധേടാവണ്ട കേട്ടോ. കാരണം എൻ്റെ ഭർത്താവ് തരുന്ന ശമ്പളം എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിച്ചോളാം. എടി, നിനക്ക് മാന്യത ഇല്ലടി. എടി, നിന്റെ കിട്ടിയൊരു അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കേട്ട പാതി കേൾക്കാത്ത പാതി നീ ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്? എനിക്ക് മാന്യത ഇല്ലെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? എന്തായാലും നിങ്ങളുടെ അത്ര ഒന്നും മാന്യതക്കേട് എനിക്കില്ല. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. നിങ്ങൾ എന്ത് ചെയ്തെന്ന് എന്നെ കൊണ്ട് ഒച്ചത്തിൽ പറയിപ്പിക്കണോ? എന്ത് ചെയ്തെന്ന് അടി പറയുന്നത്? ഞങ്ങൾ എന്താ ചെയ്തത് അതിന്? ഞാൻ പറയുന്നില്ല. ആദ്യം സ്വന്തം മോളെ നന്നാക്കാൻ നോക്ക്, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കിയ പോരെ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും അനാമിക ചോദിച്ചു, അല്ല, ഒറ്റയ്ക്കേ വന്നോളൂ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ? ആദർശല്ലാതെ വേറെ ആരെങ്കിലും നിന്റെ കൂടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ നയനയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. നയന പറഞ്ഞു, അതെ, നിങ്ങളുടെ മോളുടെ കൂടെ അങ്ങനെ പലരും വരുന്നുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇവളോട് സ്നേഹമില്ലാത്തത്. എൻ്റെ കൂടെ എൻ്റെ ഭർത്താവേ വരാറുള്ളൂ. അപ്പൊ അനാമിക പറഞ്ഞു, ഇത് ടെക്സ്റ്റൈൽസ് ആയിപ്പോ, ഇല്ലെങ്കിൽ ഞാനിതിന് മറുപടി പറഞ്ഞേനെ. നീ എന്ത് മറുപടി പറഞ്ഞാലും അതിന് തിരിച്ചു പറയാനേ എനിക്ക് നന്നായിട്ട് അറിയാടി. അതുകൊണ്ട് കൂടുതൽ സംസാരിക്കാതെ അച്ഛനെ അമ്മയെ വിളിച്ചോണ്ട് പോകാൻ നോക്ക്. എന്താ എന്താ വന്നതെന്ന് വെച്ചാൽ അത് മേടിച്ചോണ്ട് പോകാൻ നോക്ക്. എടി, നീ കൂടുതൽ തിളക്കരുത്. അനിയത്തി അനന്തപുരി തറവാട്ട് കയറ്റിവിടാൻ നോക്കിയിട്ട് അത് നടന്നില്ല. അതിന്റെ ദേഷ്യം നിന്റെ ചേച്ചിയും നീയൊക്കെ ഞങ്ങളോട് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ അനിയത്തിയെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരാൻ ആയിരുന്നെങ്കിലേ അത് നിഷ്പ്രയാസം ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. ഞങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ട് തന്നെയാ പലതവണ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങളോട്. പിന്നെ അനിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഇവക്ക് തന്നെയാ നല്ലത്. എങ്ങനെയാണ് ഈ സ്നേഹിക്കുന്നത്? എൻ്റെ മോള് എൻ്റെ മോളെ അനിയെയും വേർപിരിച്ച് അടങ്ങുവോളെന്നും പറഞ്ഞല്ലേ നടക്കുന്നത്. അതെ, താലി കെട്ടിക്കൊടുത്ത് ആളെ സ്നേഹിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ആരുടെയും പിന്നാലെ നടക്കത്തൊന്നുമില്ല. ഇവളോടൊക്കെ എന്തിനാവേ സംസാരിക്കുന്നത്? ബാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞ അനാമിക രേവതിയിലെയും നമ്മുടെ വേണുവിനെയും വിളിച്ചോണ്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. ഇനിയിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, കാരണം നമ്മുടെ നയനയോട് പറഞ്ഞൊന്നും ജയിക്കാൻ പറ്റത്തില്ലെന്ന് അനാമികയ്ക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അനാമിക വേണുവിനെയും രേവതിനെയും വിളിച്ചോണ്ട് അങ്ങ് പോകുന്നത്. പിന്നെ ആശ്വാസമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നയന. ഇനിയിപ്പൊ കണ്ടുപിടിച്ചെങ്കിൽ തീർന്നില്ലായിരുന്നോ? നയനയും ദേവയാനിയും ഒരുമിച്ച് വേറെ ആര് കണ്ടാലും ഒത്തിരി വലിയ പ്രശ്നമില്ല. അനാമിക കണ്ടു കഴിഞ്ഞാല് അത് വലിയ പ്രശ്നമാവും നമ്മുടെ നയനയ്ക്കറിയാം. അതുകൊണ്ട് നയന ഇവര് പോയി കഴിഞ്ഞപ്പോൾ ഒരു ദീർഘശ്വാസമൊക്കെ വിട്ടിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇവര് പോയപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇറങ്ങി വന്നു കേട്ടോ. ദേവയാനി ഇറങ്ങി വന്നിട്ട് അവരെന്തൊക്കെയാ മോളെ പറഞ്ഞത്? എന്തേലും പറഞ്ഞോ? നാണം കെട്ട രീതിയിലാണ് ഓരോന്നും സംസാരിക്കുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ. അനിയുടെ കാര്യം ഓർത്തിട്ട് മോളൊന്നും പറയല്ലോ കേട്ടോ. അതുകൊണ്ടമ്മേ ഞാനൊന്നും പറയാതിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ 2 പറഞ്ഞേനെ. എനിക്ക് പലതും അമ്മയോട് പറയണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ ഞാൻ മനസ്സിൽ വെച്ചോണ്ടാണ് നടക്കുന്നത്. അതൊന്നും ഞാൻ അമ്മയോട് പറയില്ല. ഇനി ഒന്നും ചോദിക്കുകയോ വേണ്ട അമ്മ എന്നോട്. അനിയും അനാമികയും ഒന്നിച്ചു പോകണമെന്ന് മറ്റാരെക്കാളും ആഗ്രഹിക്കുന്നത് അമ്മയല്ലേ. അപ്പൊ അവർ ഒന്നിച്ചു പോകണം. അതുകൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊന്നും അമ്മ കേൾക്കരുത്, കാണാൻ പാടില്ലാത്തത് കാണുകയും വേണ്ട, അത് തന്നെയാണ് നല്ലത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അതായത് ഈ സമയം നമ്മുടെ നവ്യനെ കാണിക്കാൻ കേട്ടോ. അപ്പൊ നവ്യ ഭയങ്കരമായിട്ട് ഒരുക്കാണ്. 7ാം മാസത്തിലെ ചടങ്ങൊക്കെ ആണല്ലോ, അല്ലെങ്കിൽ നമ്മുടെ നവ്യക്ക് ഇച്ചിരി ഒരുക്കം കൂടുതലുണ്ടല്ലോ. അങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഡ്രസ്സൊക്കെ ആയിട്ട് നമ്മുടെ നയന വരുന്നത്. ചേച്ചി, ഇതെന്താണെന്ന് നോക്കിക്കേ. ഇതെന്താടി കവറില്? ചെറിയൊരു പർച്ചേസ് ഉണ്ടായിരുന്നു, പർച്ചേസ് കഴിഞ്ഞു. 7ാം മാസം അല്ലേ ചേച്ചിക്ക്, അതുകൊണ്ട് 2 സാരി മേടിച്ചു. സാരിയോ?
കാണിച്ച് എന്ന് പറഞ്ഞ് നോക്കുക. അപ്പൊ സാരിയൊക്കെ കണ്ടിട്ട് ഹായ് അടിപൊളി സാരിയാണല്ലോ ഇത്, എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അത് പിന്നെ എനിക്കറിയാലോ, പിന്നെ നീയല്ലേ സാരി എടുത്തത്, നിനക്ക് നല്ല കളർ സെൻസ് ഉള്ളത് കൊണ്ട് എനിക്കുള്ള സാരി എന്നെക്കാൾ നന്നായിട്ട് എടുക്കുന്നത് നീയാ. അതെ, ഇന്ന് എനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി, അതിന് എല്ലാവർക്കും ഞാൻ ഡ്രസ്സ് മേടിച്ചു. ആഹാ, അപ്പൊ സാലറി കിട്ടിയല്ലേ? സാലറി കിട്ടി. അതുമായിട്ട് ഞാന് അമ്മേനെ കാണാൻ വേണ്ടി പോയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ആദ്യ ശമ്പളം കൊടുക്കണമെന്ന് ആദർശേട്ടനാ പറഞ്ഞത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. പക്ഷെ രണ്ടാളും മേടിച്ചില്ല, 1000 രൂപ മാത്രമേ എടുത്തുള്ളൂ. നിന്റെ ശമ്പളം പിന്നെ അച്ഛനും അമ്മയും എടുക്കുവോ നയനെ? അങ്ങനെ മക്കളെ കൊണ്ട് ജീവിക്കണം ആഗ്രഹിക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മുടെ അച്ഛനും അമ്മയും. അതുകൊണ്ട് അവരത് എടുക്കാനൊന്നും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ നമ്മുടെ നവ്യ പറയാ. എന്തായാലും നീ ഭാഗ്യമുള്ളവളാ എല്ലാ അർത്ഥത്തിലും. അത് ഒട്ടും ഇല്ലാത്തത് സത്യം പറഞ്ഞ് എനിക്കാ. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? എന്താണെന്ന് നിനക്കറിയില്ലേ? ഇത് എൻ്റെ 7ാം മാസം, അറിയാലോ. ആ സമയത്ത് ഒരു സാരി എടുത്തു തരാൻ നിനക്ക് തോന്നിയില്ലേ? പക്ഷെ എടുത്തു തരേണ്ടവൻ അത് ശ്രദ്ധിക്കുന്നൊന്നുമില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവൻ തോന്നിവാസം കളിച്ച് നടക്കുക. എൻ്റെ 7ാം മാസമാണെന്ന് പോലും അവരറിയത്തില്ല. അവൻ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുക. നമ്മുടെ വീട്ടില് 4-5 മാസം പോയി നിൽക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ അതോടൊപ്പം ദുഃഖവും ഉണ്ട് എനിക്ക്. എൻ്റെ വേദന മറ്റൊന്നും കൊണ്ടല്ല മോളെ. ഞാൻ 4-5 മാസം മാറി നിന്നാലേ അഭി എന്നെ പൂർണ്ണമായിട്ടും മറക്കുമെന്ന് എൻ്റെ പേടി. ഒന്നാമതേ എന്നെ ഇഷ്ടമല്ല അവന്. എന്തിനാ ചേച്ചി ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? അത് അങ്ങനെ ചിന്തിച്ചേ പറ്റൂ. എന്നെ ഒഴിവാക്കിയിട്ട് വലിയ ശ്രീധരം മേടിച്ച് ഏതെങ്കിലും പെൺകുട്ടീനെ കൊണ്ട് അഭിയെ കല്യാണം കഴിപ്പിക്കണമെന്നാ അവളുടെ അമ്മ ചിന്തിക്കുന്നത്. അറിയാലോ, ഞാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പം അതൊക്കെ സംഭവിക്കുമോ? അതും ഞാൻ ഇനി കുഞ്ഞുമായിട്ട് മടങ്ങി വരുമ്പം അഭിയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് പറയാനൊന്നും പറ്റില്ല. ദേ, ഞങ്ങളൊക്കെ ഇവിടെയില്ലേ. അങ്ങനെയുള്ളപ്പം അവന് തന്നെ ഇഷ്ടത്തിന് നടക്കാൻ പറ്റുമോ? അങ്ങനെ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ ഉള്ളവരുടെ നാവടപ്പിക്കാൻ വേണ്ടി ഓരോരോ സംസാരങ്ങൾ ഉണ്ടാകുമ്പം കൊടുക്കേണ്ട മറുപടി കൊടുക്കുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ എന്നും ഒരു തീയുണ്ട് മോളെ. അതുപോലെ തന്നെ നല്ല നിരാശയും ഉണ്ട്. ഒരുപാട് സങ്കടപ്പെട്ട മുന്നോട്ടേക്ക് പോകുന്നത്. എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടായിട്ട് 7 മാസമായി. ഇതുവരെ അവൻ എന്നെ ഒന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടില്ല, നോക്കിയിട്ടില്ല. ഈ കുഞ്ഞിനെ ഒന്നും കണ്ടിട്ടില്ല. സാധാരണ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുങ്ങളോട് അച്ഛനും അമ്മമാരൊക്കെ സംസാരിക്കുമല്ലോ. എൻ്റെ കുഞ്ഞിനോട് അമ്മ മാത്രം സംസാരിക്കുന്നത്, അച്ഛൻ സംസാരിക്കില്ല. കാരണം അച്ഛൻ ഈ കുഞ്ഞിനെ കണ്ടുകൂടല്ലോ. അത് എൻ്റെ കുഞ്ഞിനെ അറിയാമോ എന്ന് പോലും എനിക്കറിയില്ല. ഒരച്ഛൻ്റെ സ്നേഹം കിട്ടാതെ ആയിരിക്കും എൻ്റെ ഈ കുഞ്ഞ് വളരാൻ പോകുന്നത്. അതിനൊക്കെ മാറ്റം വരും ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. ചേച്ചി എന്തിനാ പേടിക്കുന്നത്? പിന്നെ ഈ സാരി ഉടുത്തു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ചേച്ചിക്ക് ചേരുന്ന കളർ നോക്കി തന്നെയാണ് ഞാൻ എടുത്തത്. ചടങ്ങിന് ഞാൻ ഇതാ ഉടുക്കാൻ പോകുന്നത്. നല്ല സാരിയല്ലേ, അതിനുവേണ്ടി തന്നെ ചേച്ചി ഞാൻ മേടിച്ചത്. ദേ, നിനക്കിപ്പോ സന്തോഷം ഒരുപാടുണ്ടല്ലോ മോളെ. നിന്റെ അമ്മായിയമ്മ ഹാപ്പിയാണല്ലോ. അമ്മായിയമ്മ ഭയങ്കര ഹാപ്പിയാ. അതിൻ്റെ ഒപ്പം ഞാൻ ഹാപ്പിയാ. പിന്നെ എൻ്റെ ഈ ഹാപ്പിക്ക് വേറൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം എന്ന് പറഞ്ഞ് നമ്മുടെ നയന അകത്തേക്ക് കയറി പോവുകയാണ് കേട്ടോ. ഏതായാലും ഒരു കാര്യവും പറയാൻ നിന്നില്ല നവ്യയോട്. നവ്യ ആ സാരിയൊക്കെ എടുത്തു നോക്കി ഭയങ്കര സന്തോഷത്തോടു കൂടി ഇരിക്കുക. കഷ്ടം തോന്നും കേട്ടോ നമുക്ക് നവ്യയുടെ കാര്യം ഓർക്കുമ്പോഴത്തേക്കും. കാരണം ഈ ഒരു സമയത്ത് ഭർത്താവിന്റെ പരിഗണനയും സ്നേഹവും ആഗ്രഹിക്കാത്ത പെൺകുട്ടികളില്ലല്ലോ. അപ്പൊ നമ്മുടെ നവ്യക്ക് അത് കിട്ടാതെ വരുമ്പം, അതുമല്ല നയനയ്ക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോഴത്തേക്കും നവ്യക്കും കിട്ടണമെന്നൊക്കെ തോന്നുമല്ലോ, സ്വാഭാവികം. അപ്പൊ നമുക്കും അത് കാണുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഫീലൊക്കെ ആകും. ഇതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ജലജ കണ്ണാടിയുടെ മുമ്പിൽ പോയിരുന്ന് മുടിയൊക്കെ ഇങ്ങനെ കോതുന്നു, പൊട്ടൊക്കെ ഇങ്ങനെ കുറ്റുന്നു, കണ്ണൊക്കെ നോക്കുന്നു പൊളിച്ച്. അപ്പോഴത്തേക്ക് നമ്മുടെ നവ്യ കയറി വരികയാണ്. അപ്പൊ നവ്യ അകത്തേക്ക് കയറി വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഒരുക്കം. അത് കണ്ടിട്ട് നവ്യക്ക് കലി വരികയാണ് കേട്ടോ. കാരണം നവ്യക്കൊന്നും അത് കണ്ടുകൂടല്ലോ. അങ്ങനെ കയറി വന്നിട്ട് സ്പ്രേയും പൂശി ഈ പ്രായത്തിൽ സുന്ദരിയായിട്ട് അങ്ങ് നടന്നോ നെളിഞ്ഞു കുത്തി. നാണം ഉണ്ടോ തള്ളേ നിങ്ങൾക്ക്? എന്താടി നിനക്ക് വേണ്ടത്? അതെന്താ? അതെ, നിങ്ങൾക്ക് നിങ്ങളുടെ മൂന്നും എന്തെങ്കിലും ബോധമുണ്ടോ? എന്താടി കിടന്ന് ചിലക്കുന്നത്? അതെ, എൻ്റെ 7ാം മാസം. എനിക്ക് ഒരു സാരി എങ്കിലും എടുത്ത് തരാമെന്ന് തോന്നിയോ? നിന്റെ ഷെൽഫിനകത്ത് ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാരികളുണ്ടല്ലോ, പിന്നെ എന്തിനാടി വീണ്ടും എടുക്കുന്നത്? അതെ, ഇപ്പോഴേ എൻ്റെ കാര്യം നോക്കുന്നത് നയനിയും ആദർശേട്ടനോ, അത് നിങ്ങൾക്കറിയാലോ. അവരെനിക്ക് 2 സാരിയാ മേടിച്ചു തന്നത്, അറിയാമോ? ആഹാ, എന്നിട്ടാണോ നീ ഇങ്ങനെ പരാതി പറയുന്നത്? 2 സാരി കിട്ടിയില്ലേ നിനക്ക്? എടി, മൂർത്തീസ് ജ്വല്ലറിയില് ഒരു സാധാരണ ജോലിക്കാരനാ നിന്റെ ഭർത്താവ്. അതുപോലെയാണോ ആദർശ്? അവര് അതിന്റെ MD. അപ്പൊ അവന് എന്ത് വേണമെങ്കിലും മേടിച്ചു തരാം, അതിനൊരു പ്രശ്നമില്ല. ദേ, അവനുണ്ടല്ലോ, അവൻ പുറത്തിറങ്ങി നടക്കുക. അവൻ ഏത് പെണ്ണിന്റെ പിന്നാലെയാണെന്ന് അറിയില്ല. ഏതേലും പെണ്ണിന്റെ പിന്നാലെ ആയിരിക്കും. ഇടയ്ക്ക് എന്നോട് വലിയ സ്നേഹമൊക്കെ കാണിച്ചു. അതൊക്കെ വെറും അഭിനയമാണെന്ന് എനിക്കറിയാം. എടി, നിന്റെ ഭർത്താവ് നിന്നെ മറന്നിട്ട് വേറൊരു പെണ്ണിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അത് നിന്റെ മാത്രം കഴിവുകേടാ. അല്ലാതെ നിങ്ങളുടെ മകന്റെ സ്വഭാവദോഷമല്ല. നിന്നെ
കല്യാണം കഴിക്കുന്നവരെ അവൻ നല്ലൊരു പയ്യനായിരുന്നു. അറിയാം അറിയാം, ഭയങ്കര നല്ലവനായിരുന്നു. സ്വന്തം മുത്തച്ഛൻ വരെ തള്ളിക്കളഞ്ഞ കൊച്ചുമോനല്ലേ. അല്ല, ഈ തറവാട്ടിലെ സന്തതി അല്ലല്ലോ, അതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവനുണ്ട്. പിന്നെ അവൻ ഏത് തറവാട്ടിലെ സന്തതിയാണ്? ഓ, എന്റെ പൊന്നമ്മായിയമ്മ കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾക്കും നിങ്ങളുടെ മോനുമേ ഈ തറവാടുമായിട്ട് ഒരു ബന്ധവുമില്ല. പിന്നെ എന്തിനാ വെറുതെ നിന്ന് സംസാരിക്കുന്നത്? മൂർത്തി മുത്തച്ഛനും മുത്തച്ഛനും നല്ലതായതുകൊണ്ട് നിങ്ങൾ രണ്ടും ഈ വീട്ടിലെ അംഗങ്ങളായി, അല്ലെങ്കിൽ കാണായിരുന്നു. ഇപ്പൊ എവിടെ കിടന്നേനെന്ന്. അതെ, ഇനിയുള്ള 4-5 മാസം മനുഷ്യന് മനസ്സമാധാനം കിട്ടുന്നത്. ഈ മാസം നീ അങ്ങ് പോകൂലോ. അതെ, ഞാൻ പോയാലും ആര് പോയാലും ശരി, നിങ്ങളെ പോലെയുള്ള ഒരു സ്ത്രീക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടാൻ പോകുന്നില്ല. അത് കിട്ടണമെങ്കിൽ മനസ്സ് നന്നായിരിക്കണം. ആദ്യം മനസ്സ് നന്നാക്കാൻ നോക്ക്, അത് കഴിഞ്ഞ് മനസ്സമാധാനം തേടിപ്പോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നവ്യ അങ്ങ് പോവുക. ജലജ ആണെങ്കിൽ കലിയെടുത്തിട്ട് ഇങ്ങനെ നിൽക്കുക. ജലജയുടെ ആ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താ പറയാ, ജലജയെ തള്ളിയിടാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു കച്ചിത്തിരുമ്പെന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിൽ അല്ലല്ലോ എന്ന് പറയുമ്പോഴാണ്. അപ്പൊ അത് നമ്മുടെ നവ്യ പറയും തോറും ജലജയ്ക്ക് ഇങ്ങനെ രോക്ഷാകുലി ആയിക്കൊണ്ട് നിൽക്കും. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനിയാണ് കേട്ടോ. അപ്പം ദേവയാനി ഒരു സാരിയൊക്കെ ഇങ്ങനെ വെച്ച് നോക്കുകയാണ്. അപ്പം നമ്മുടെ നയനെ സെലക്ട് ചെയ്ത് കൊടുത്ത സാരിയാണ് കേട്ടോ. ആ സാരി കണ്ടിട്ടും കൊതി തീരുന്നില്ല. അപ്പോഴത്തേക്കും വേറൊരു കവറുമായിട്ട് നമ്മുടെ നയന വരികയാണ്. അപ്പൊ നയനയെ കണ്ടതും ആഹാ മോളോ, കയറി വാ, കയറി വന്നേ എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പൊ നമ്മുടെ നയന അകത്തേക്ക് കയറി വന്നു കേട്ടോ. ദേ കണ്ടോ ഈ സാരി സൂപ്പറാണ് കേട്ടോ, മോളുടെ സെലക്ഷൻ അടിപൊളി. ഇനി എല്ലാ വിശേഷ ദിവസവും മോള് തന്നെ എനിക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്ത് തന്നാൽ മതി കേട്ടോ, വേറെ ആരും ചെയ്യണ്ട. അത് പിന്നെ അമ്മ എനിക്ക് എടുത്തു തന്നത് നന്നായിട്ടുണ്ട് കേട്ടോ, സൂപ്പറാ, എനിക്ക് നന്നായിട്ട് ചേരും. അല്ല മോളെ, നവിക്ക് സാരി ഇഷ്ടപ്പെട്ടായിരുന്നോ? ആ ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും ആദർശേട്ടനും കൂടി പോയി മേടിച്ചെന്ന ചേച്ചി ധരിച്ചിരിക്കുന്നത്. ആ ധാരണ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അത് തിരുത്താനൊന്നും പോകണ്ട, മാറ്റണ്ട. ഞാനത് മാറ്റാനൊന്നും പോകുന്നില്ല. നവ്യേച്ചിക്ക് നല്ല സങ്കടമുണ്ട് അമ്മേ. അബിയും അബിയുടെ അമ്മയും 7-ാം മാസമായിട്ടും ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ല. അതിന്റെ സങ്കടമെല്ലാം നവ്യേച്ചിക്കുണ്ട്. അത് പിന്നെ ഏത് പെൺകുട്ടികൾക്കാണെങ്കിലും വിഷമം ഉണ്ടാവില്ലേ മോളെ? നമ്മളൊക്കെ എന്ത് മേടിച്ചു കൊടുത്തെന്ന് പറഞ്ഞാലും അത് സ്വന്തം ഭർത്താവ് മേടിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ലല്ലോ. അങ്ങനെ ആവുമോ? ഒരിക്കലും ആവില്ല. ജലജ ഒന്നും മേടിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, സ്നേഹത്തോട് ഒരു വാക്ക് സംസാരിക്കോ? ഇല്ല. അബി കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യത്തുമില്ല. പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മോളെ. അവൻ അനന്തപുരി തറവാട്ടിലെ ബ്ലഡൊന്നുമല്ല, അതിൻ്റെതായ എല്ലാ പ്രശ്നങ്ങളും അവനുണ്ട്. അതിന്റെ പ്രശ്നങ്ങളാണ് അവൻ കാണിക്കുന്നത്. അത് ശരിയാ, ഞങ്ങൾ കയറി വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് അബിയും അബിയുടെ അമ്മയും കൂടെ ചേർന്ന. അത് എനിക്ക് നന്നായിട്ട് അറിയാം, അത് ഞാൻ കാണുന്നതും അല്ലേ. നിങ്ങൾ രണ്ടാളും വന്നപ്പം എൻ്റെ ദേഷ്യം നിങ്ങളോടായി. അതിനു മുമ്പ് ഞാനുണ്ടല്ലോ നല്ല രീതിയിൽ തന്നെ ഇവിടെ പൊക്കോണ്ടിരുന്നതാ. പിന്നെ എൻ്റെ ദേഷ്യം നിങ്ങളോടായതുകൊണ്ടാണ് ഞാൻ ജലജയോട് ചേർന്ന് നിൽക്കേണ്ടി വന്നത്. അതിനു മുമ്പ് അമ്മയോടും മോനോടും ഞങ്ങൾ അത്രയ്ക്ക് അടുക്കില്ലായിരുന്നു. ജലജയൊക്കെ എൻ്റെ മുന്നിൽ മുട്ടുവരച്ചായിരുന്നു നിന്നിരുന്നത്. പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളോട് അവക്ക് വെറുപ്പുള്ളത് കൊണ്ട് ഞാനും ജലജയോട് കുറച്ച് സിമ്പതിയൊക്കെ കാണിച്ചു എന്നുള്ളത് ശരിയാ. അത് അവൾ മുതലെടുത്തു. അത് പിന്നെ അമ്മയെ അനാമികയും അനിയും തമ്മിലുള്ള പിണക്കം മാറ്റണമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ അബിയുടെ സ്വഭാവവും മാറ്റിയെടുക്കണം അമ്മേ. ഇതിപ്പം 7-ാം മാസത്തിൽ ചേച്ചി പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞുമായിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പോകുന്നത്. ആ സമയത്തെങ്കിലും അബി അമ്മേനെ കുഞ്ഞിനെ സ്നേഹിക്കണം. അത് പിന്നെ എന്താ മോളെ ഞാൻ പറയാ, അബിയുടെ കാര്യത്തിൽ എനിക്ക് സംശയം. അതൊക്കെ നവ്യ വരുന്നതിന് മുമ്പും അവനെ പറഞ്ഞു തിരുത്താന് അവന്റെ മുത്തശ്ശൻ ഒരുപാട് ശ്രമിച്ചതാ. പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. അവന്റെ സ്വഭാവം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. ഭയം കൊണ്ട് അവൻ പലതും അനുസരിക്കുമെങ്കിലും അവന്റെ മനസ്സിലുള്ളത് ഒരു നന്മയും ഇല്ല. അവന്റെ മനസ്സിലുള്ള വെറുപ്പും ദേഷ്യവും ഒക്കെ മാത്രം. അവന്റെ അമ്മയുടെ സ്വഭാവമല്ലേ അവൻ കാണിക്കത്തുള്ളൂ. അമ്മ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അച്ഛനാണെങ്കിൽ കുട്ടിക്കാലത്തെ വേർപെട്ട് പോയതാ. അതും ജലജയുടെ സ്വഭാവം കൊണ്ടാ അയാൾ പോയത്. പറഞ്ഞിട്ട് കാര്യമില്ല. ദേ കുട്ടികളാവുമ്പം അമ്മയുടെ ശിക്ഷണം മാത്രം കിട്ടിയാൽ പോരല്ലോ, അച്ഛൻ്റെയും കൂടെ വേണമല്ലോ. എങ്കിലേ കുട്ടികൾ നന്നാവത്തുള്ളൂ. അത് ശരിയാ. അതൊക്കെ പോട്ടെ. അതെ, ഞാനേ നാളെ മോള് എടുത്ത 1-2 സാരികൾ ഉടുത്ത് കാണിക്കാം. അതിൽ ഏതാ നല്ലതെന്ന് പറയണം. 2 നല്ലതാ. എന്നാ പിന്നെ ഒന്ന് നാളെ ഉടുത്തിട്ട് മറ്റേത് വിഷുവിന് ഉടുത്താലോ? വിഷുവിന് വേറെ വാങ്ങണ്ടേമേ സെറ്റ് സാരി? അത് നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ വേറെ. അത് വേണം. എങ്കിലും ഇനി നമുക്ക് ഒരുമിച്ച് ഇടയ്ക്കിടയ്ക്ക് പർച്ചേസിനൊക്കെ പോകാം. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ളത് മേടിക്കാം. പിന്നെ മോളുമായിട്ട് അടുത്ത് ഇടപെടാൻ പറ്റിയ സമയം അതൊക്കെ. ഇവിടെ വെച്ച് പറ്റത്തില്ലല്ലോ. ഇങ്ങനെ പോകുന്ന പോക്കിന് ആരെങ്കിലും നമ്മളെ കണ്ടാലോ? കാണുമ്പോ കാണട്ടെ. അല്ലാതെ ഇപ്പൊ എന്ത് ചെയ്യാനാ എന്ന് വെച്ച് എൻ്റെ മോളെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എനിക്ക് എൻ്റെ മോളെ കണ്ണടച്ചെങ്കിൽ സ്നേഹിക്കണം, മനസ്സ് നിറയെ സ്നേഹിക്കണം. സ്നേഹിച്ചോ കൂടുതൽ സമയം ഞാനിവിടെ നിൽക്കുന്നില്ല. നിന്നാ ഇപ്പൊ തന്നെ കള്ളത്തരം പൊളിയും എന്നും പറഞ്ഞിട്ട്
നമ്മുടെ നയനി അങ്ങ് പോവാണ് കേട്ടോ. സംതൃപ്തിയൊക്കെ അടങ്ങി നമ്മുടെ ദേവയാനി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് നയനെ പോകുന്നത് നോക്കി. എന്നാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നവ്യ ഇങ്ങനെ സാരിയൊക്കെ നോക്കിയോണ്ടിരിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അഭി വരികയാണ്. അഭി വന്നിട്ട് ഓരോ സോപ്പിടിയിലൊക്കെയാണ് കേട്ടോ. കാരണം അഭിക്ക് ഇനിയിപ്പം നവ്യനെ സോപ്പിട്ട് നിന്നേ പറ്റൂ. മറ്റേ ആ ഒരു കൊച്ചും ആ കൊച്ചിന്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. അതിനോടൊപ്പം നവ്യനെ സോപ്പിട്ട് നിൽക്കണം. അതുകൊണ്ട് നവ്യനെ സോപ്പിട്ട് ചാക്കിലാക്കാനുള്ള ശ്രമമാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷമായി എത്രയും പെട്ടെന്ന് കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.